കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. PCOD ഉള്ള ആളുകൾ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PCOD എന്ന് പറയുന്നത് ഇപ്പോൾ 10 പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 പേർക്കും PCOD ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക്, ഈ വീഡിയോ എടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് PCOD എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണിത്. അതായത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും കൊണ്ടാണ് പല സ്ത്രീകൾക്കും PCOD ഉണ്ടാകുന്നത്. PCOD വന്നു കഴിഞ്ഞാൽ പലരും അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നത് ഇനി പ്രഗ്നൻസി ആകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യമാണ് പലരും പറയുന്നത്. PCOD ഉണ്ടാകുമ്പോഴേക്കും PCOD ഉണ്ടായിട്ടും 2 കുട്ടികളുടെ അമ്മയായ ആളാണ് ഞാൻ. അതും ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാതെ വളരെ എളുപ്പത്തിലായിരുന്നു എനിക്ക് 2 പ്രഗ്നൻസി ഉണ്ടായത്. അതുകൊണ്ട് PCOD ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി നീണ്ടു പോകുമെന്ന് അതിനർത്ഥമില്ല. PCOD ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാവുന്നതേ ഉള്ളൂ. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, PCOD നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വെയിറ്റ് ആണ്. വെയിറ്റ് ഒന്ന് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നോർമലായിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് വരാനായിട്ട് തുടങ്ങും. PCOD ഉണ്ടാകുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്നത്. പീരീഡ് ആകുന്ന ദിവസം കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഓവുലേഷൻ നമുക്ക് നടക്കാതെ വരും, അല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ PCOD ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് നോക്കുക. ഉയരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ നിങ്ങൾക്കുള്ളതെന്ന് നോക്കുക. അതല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഒരു വർക്കൗട്ട് ചെയ്തിട്ടും നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് കൺട്രോൾ ചെയ്ത് വെക്കുക കേട്ടോ. ലീൻ PCOD ഉള്ള ആളുകൾ, അതായത് നമ്മൾ വണ്ണം വളരെയധികം കുറവായിട്ടും PCOD ഉള്ള ആളുകൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അതായത് ഹെൽത്തി ആയിട്ടുള്ള വെയിൽ കൂടി ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ളവർ അത് റെഗുലർ ആക്കാനുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ആദ്യത്തേതാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൈദ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റംസ്. എല്ലാ ഫുഡ് ഐറ്റംസ് ഓൾമോസ്റ്റ് മൈദ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഓൾ പർപ്പസ് ഫ്ലോർ ആണല്ലോ, അതായത് നമുക്ക് അത് വെച്ചിട്ട് എന്തും ഉണ്ടാക്കാം. അതുകൊണ്ട് മൈദ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ബ്രെഡ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന കുബൂസ് ആണെങ്കിലും, ബ്രെഡ് പലരും ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ആ ബ്രെഡിൽ മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. മൈദ ഇല്ലാത്ത ബ്രെഡ് ഉണ്ട് കേട്ടോ. മൈദ ഉള്ള ബ്രെഡ് കഴിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. അതായത് തന്നെ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന കുബൂസ് ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും പഫ്സ് ആണെങ്കിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ എന്ന് പറയുന്നൊരു കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മധുരമുള്ള സ്നാക്സ് കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ കുറയ്ക്കേണ്ടത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കുറയ്ക്കുക. അത് നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്തെടുക്കുന്ന മീറ്റ് ആണെങ്കിലും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക. മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, അതേപോലെ ബീഫ് ഡ്രൈ ഫ്രൈ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും അതിൻ്റെ അളവ് നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക. ഇപ്പോൾ പുറത്തുനിന്ന് നിങ്ങളൊരു ഒരാഴ്ചയിൽ ഒരു 3 തവണ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. നമ്മൾ ആ ഒരു ഓയിലൊക്കെ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിക്കായിരിക്കും. പക്ഷേ അതും ഒരു 2 മീൻ വറുത്തത് നിങ്ങൾ ദിവസം കഴിക്കുന്നവരാണെങ്കിൽ അത് ഒന്നായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾ നിൽക്കുക. അങ്ങനെ പതിയെ നിങ്ങൾ കുറച്ചുകൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിലും, ഇപ്പോൾ കപ്പ വറുത്തത്, അങ്ങനെയുള്ള ചിപ്സ്, അങ്ങനെയുള്ള പല സ്നാക്സ് ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അരിപ്പൊടിയാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അരിപ്പൊടിയും അതുപോലെ നമ്മുടെ ഒരു ചോറും. അരിപ്പൊടിയുടെ ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും PCOD ഉള്ള സമയത്ത് നമുക്ക് നല്ലതല്ല. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പുട്ടാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും അപ്പം ആണെങ്കിലും എല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പച്ചരി കുതിർത്തിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവും നമ്മൾ കുറയ്ക്കുക. രാവിലെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുക. ഇപ്പോൾ കിൻവ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഓട്സ് കഴിക്കുക. ഇതെല്ലാം നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയാണ് കഴിക്കുന്നതെങ്കിലും അതിലും നമ്മൾ പച്ചരി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരിപ്പൊടിയുടെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അരി കുതിർത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും കുറയ്ക്കുക. ഇൻ കേസ് നിങ്ങൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ, നിങ്ങളൊരു 2 നേരം ചോറ് കഴിക്കുന്നവരാണെങ്കിൽ അത് 1 നേരമാക്കിയിട്ട് നിങ്ങൾ ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ചോറ് കഴിക്കുന്നത്, ഇപ്പോൾ ഒരു കയ്യിൽ ചോറ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് വലിയ കയ്യിലല്ലാട്ടാണ് ഉദ്ദേശം, നമ്മൾ എടുക്കുന്ന ഒരു മീഡിയം ഒരു കയ്യിൽ നിങ്ങൾ ചോറ് നിങ്ങൾക്ക് വിളമ്പുന്നുണ്ടെങ്കിൽ അതൊരു 1/2 കയ്യിലാക്കിയിട്ടോ 3/4 കയ്യിലാക്കിയിട്ടോ നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോറിൻ്റെ ഉപയോഗം നിങ്ങൾ ഒരു ഇച്ചിരിയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ.
അടുത്തതായിട്ട് നിങ്ങൾ കുറയ്ക്കേണ്ടത് പാക്കേജിനായിട്ട് വരുന്ന ബിവറേജസ് ആണ്. അതായത് നമ്മളിപ്പോൾ സ്ലൈസ്, പെപ്സി, കൊക്കക്കോള അങ്ങനെ എന്താണെങ്കിലും പാക്കേജ്ഡായിട്ട് വരുന്ന ഡ്രിങ്ക്സ് നിങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക. അതിലൊരുപാട് സ്വീറ്റ്നെസ് ഉണ്ട്, അതായത് ഒരുപാട് മധുരം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതും PCOD ഉള്ള ആളുകൾക്ക് പറ്റുന്ന ഭക്ഷണമല്ല. അതുകൊണ്ട് നിങ്ങൾ അതും കുറയ്ക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് പാല് കുടിക്കാമോ, മുട്ട കഴിക്കാമോ എന്നുള്ളത്. പാലും മുട്ടയും നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. പാല് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇപ്പോൾ ഡയറിയിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന പാലുണ്ടല്ലോ, അതിൽ ഭയങ്കര കൊഴുപ്പായിരിക്കും. ആ കൊഴുപ്പുള്ള പാലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ലൂസാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ചായ കുടിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ചായയിൽ നിങ്ങളൊരു 1/4 ഭാഗം മാത്രം പാലെടുക്കുക, ബാക്കി നിങ്ങൾ കൂടുതലും വെള്ളം എടുക്കുക. കാരണം ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ള പാലോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സോ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് PCOD കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഓവറീസിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾസ് കൂടുതൽ വളരുകയാണെങ്കിൽ നമുക്ക് ഓവുലേഷൻ അവിടെ സ്റ്റോപ്പ് ആയി പോകും. ഈ ഇമ്മച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾസ് വളരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ലെട്രസോൾ പോലുള്ള മെഡിസിൻസ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അണ്ടം വളരും, പക്ഷെ അത് ഗ്രോത്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടെന്നല്ലാട്ടോ ഉദ്ദേശിച്ചത്. ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം നിങ്ങൾ ഈ ഫുഡ് ഡയറ്റും കൂടി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡയറി പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് കൊഴുപ്പ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. പാലാണെങ്കിലും ബട്ടർ ആണെങ്കിലും ചീസ് ആണെങ്കിലും ഒക്കെ കൂടുതൽ കൊഴുപ്പ് അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ആ കൊഴുപ്പ് കുറച്ചിട്ട് നിങ്ങൾ ഭക്ഷണം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് നിങ്ങൾ കുടിക്കുന്നത് നല്ലതാണ്, അത് കുറച്ചൊന്ന് നെടിയതാക്കിയതിന് ശേഷം വെള്ളം കുറച്ച് ചേർത്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഭക്ഷണങ്ങളെല്ലാം ഒറ്റയടിക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് എല്ലാം ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. ഇപ്പോൾ ഇൻ കേസ് അലുവ വരെ ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം എടുക്കാനായിട്ട് കഴിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ ചിലപ്പോൾ ഒന്ന് സഫർ ചെയ്തിരിക്കാം. പക്ഷേ 2-3 മാസം പോകുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ട് പലർക്കും ആ ഒരു പ്രഗ്നൻസിയിലോട്ട് എത്തുമ്പോഴേക്കും ഓരോ തവണയും നെഗറ്റീവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ അതൊന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഈവനിങ് ഇപ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും സ്നാക്സ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുക. ആ സമയങ്ങളിൽ നിങ്ങൾ നട്ട്സ് ആ സമയത്ത് അതിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല, കൂടുതലായിട്ട് നമുക്ക് വിശപ്പ് ഉണ്ടാവാതെ വയറൊന്ന് ഹെവി ആയിട്ടിരിക്കും. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള വെയിൽ കൂടിയാണ് അത് ഹെവി ആയത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ നമ്മൾ അപ്പവും ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴേക്കും 3 കഴിക്കുന്നവരാണെങ്കിൽ അത് 2 ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് വെച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റാഗി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാം. ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം, ഓട്സ് പായസം പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഓട്സ് നിങ്ങൾക്ക് കഞ്ഞിയായിട്ട് കുടിക്കാം. അങ്ങനെ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ രീതിക്ക് നിങ്ങൾ വെറൈറ്റി ട്രൈ ചെയ്യുക. ഓട്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം നേരത്തോട്ട് വിശപ്പുണ്ടാവില്ല. വിശപ്പില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അപ്പം നമ്മുടെ വെയിറ്റ് ഒന്ന് കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെ വേണം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ PCOD ഉള്ള ആളുകൾ കോഫിയും ടീയും ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ ടീ നമ്മൾ രാവിലെയും വൈകിട്ട് ഓരോ ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിശപ്പ് ഒന്നും കൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് PCOD ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ PCOD എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേടിച്ച് വിഷമിക്കേണ്ട ഒരു ഡിസീസ് അല്ല. നമ്മൾ വെയിറ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് പീരീഡ്സ് വരാൻ തുടങ്ങും. നമുക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുമ്പോഴേക്കും സെർവിക്കൽ മ്യൂക്കസ് ഒരുപാട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ട്രസ്റ്റ് മീ, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും അത് പറയുന്നു. PCOD ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടായിരുന്നില്ല. വെയിറ്റ് ഞാൻ എന്ന് റിഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് ഓവുലേഷൻ ഡിസ്ചാർജ് കാണാനായിട്ട് തുടങ്ങി. പീരീഡ്സ് ഓൾമോസ്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള വെയിൽ കൂടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത പോലെ നിങ്ങൾക്കും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണാമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ എണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. അത് കൃത്യമായിട്ട് പറയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.